നടക്കാൻ സാധ്യതയില്ല സൂത്രത്തോടെ സ്പോക്കൺ ഇംഗ്ലീഷ്. നടക്കാതെ ഇതിനു മുമ്പ് നടക്കാൻ സാധ്യതയുള്ള സൂത്രത്തോടെ പറഞ്ഞു. ഇപ്പോൾ നടക്കാൻ സാധ്യത ഇല്ലാത്ത സൂത്രത്തോടെ സ്പോക്കൺ ഇംഗ്ലീഷ്. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? നടക്കാൻ സാധ്യതയില്ലാത്ത ജോലികളെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയണം? ചില ജോലികൾ നടക്കാൻ സാധ്യത ഇല്ലാതെ പോകും. ആ നടക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ നടക്കാതെ പോകുന്ന ജോലികളെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്ന് ഇപ്പോൾ അറിയാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? നടക്കാൻ സാധ്യതയില്ലാത്ത സൂത്രം. മലയാള വാക്യത്തിന്റെ അവസാനം നടക്കാൻ സാധ്യതയില്ലാത്ത വാക്കുകൾ വരുമ്പോൾ മൈറ്റ് നോട്ട് എന്ന ഹെൽപ്പിംഗ് വെർബിനെ ഉപയോഗിക്കാം. മൈറ്റ് നോട്ട് നടക്കാൻ സാധ്യതയില്ലാത്ത, അത് തന്നെ കഴിക്കാതെ ഇരിക്കും, പാടാതെ ഇരിക്കാൻ സാധ്യതയുണ്ട്, സംസാരിക്കാതിരിക്കാം, പോകാതിരിക്കാം. ഈറ്റ് സം കഴിക്കുക. മൈറ്റ് നോട്ട് നടക്കാൻ സാധ്യത ഇല്ലാത്ത. ഇനിയും ചില ഉദാഹരണങ്ങൾ നെക്സ്റ്റ് പേജിൽ നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഇംഗ്ലീഷിൽ പോകാൻ സാധ്യതയില്ല എന്നാൽ മൈറ്റ് നോട്ട് ഗോ. വായിക്കാതെ ഇരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ മൈറ്റ് നോട്ട് റീഡ്. പഠിക്കാതിരിക്കാം എന്നാൽ മൈറ്റ് നോട്ട് ലേൺ. പാടാൻ സാധ്യതയില്ല എന്നാൽ മൈറ്റ് നോട്ട് സിംഗ്. സംസാരിക്കാൻ സാധ്യതയില്ല എന്നാൽ മൈറ്റ് നോട്ട് ടോക്ക്. കഴിക്കാതിരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ മൈറ്റ് നോട്ട് ഈറ്റ്. കാണാതെ ഇരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ മൈറ്റ് നോട്ട് സീ. കൊടുക്കാൻ സാധ്യതയില്ല എന്നാൽ മൈറ്റ് നോട്ട് പേ. എഴുതാൻ കഴിയാതെ വരാം എന്നാൽ മൈറ്റ് നോട്ട് റൈറ്റ്. നടക്കാൻ കഴിയാതെ വരാം എന്നാൽ മൈറ്റ് നോട്ട് വാക്ക്. ഇവിടെ നോക്കൂ, പോവാതെ ഇരിക്കാം അതിനു മുമ്പ് ഞാൻ, നമ്മൾ, നീ അല്ലെങ്കിൽ നിങ്ങൾ, അവൻ, അവൾ, അവർ എന്നിങ്ങനെ പറഞ്ഞ് സെന്റൻസ് പറയാം. ഞാൻ പോകാതെ ഇരിക്കാം എന്നാൽ ഐ മൈറ്റ് നോട്ട് ഗോ. ഞങ്ങൾ പോകാതെ ഇരിക്കാം, വി മൈറ്റ് നോട്ട് ഗോ. നിങ്ങൾ പോകാതെ ഇരിക്കാം, യു മൈറ്റ് നോട്ട് ഗോ. അവൻ പോകാതെ ഇരിക്കാം എന്നാൽ ഹി മൈറ്റ് നോട്ട് ഗോ. അവൾ പോകാതെ ഇരിക്കാം എന്നാൽ ഷീ മൈറ്റ് നോട്ട് ഗോ. അവർ പോകാതെ ഇരിക്കാം എന്നാൽ ദേ മൈറ്റ് നോട്ട് ഗോ. ഇങ്ങനെ എത്ര വേണമെങ്കിലും പറയാം. വെർബിനെ അവിടെ മാറ്റിയാൽ എത്രയോ വാക്യങ്ങൾ അവിടെ തന്നെ വരുന്നു. ഞാൻ വായിക്കാതെ ഇരിക്കാം എന്നാൽ ഐ മൈറ്റ് നോട്ട് റീഡ്. ഞാൻ മനസ്സിലാക്കാതിരിക്കാം എന്നാൽ ഐ മൈറ്റ് നോട്ട് ലേൺ. ഞാൻ പാടാതെ ഇരിക്കാം എന്നാൽ ഐ മൈറ്റ് നോട്ട് സിംഗ്. ഞാൻ സംസാരിക്കാതെ ഇരിക്കാം എന്നാൽ ഐ മൈറ്റ് നോട്ട് ടോക്ക്. ഞാൻ ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഐ മൈറ്റ് നോട്ട് ഈറ്റ്. ഞാൻ കാണാതെ ഇരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഐ മൈറ്റ് നോട്ട് സീ. ഞാൻ പണം കൊടുക്കാതെ ഇരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഐ മൈറ്റ് നോട്ട് പേ. ഞാൻ എഴുതാതെ ഇരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഐ മൈറ്റ് നോട്ട് റൈറ്റ്. ഞാൻ നടക്കാതെ ഇരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഐ മൈറ്റ് നോട്ട് വാക്ക്. നടക്കാതെ ഇരിക്കാൻ സാധ്യതയുള്ള ജോലികൾ എന്തായാലും മൈറ്റ് നോട്ട് ചേർത്ത് പറയാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? അവൻ മാമ്പഴം കഴിക്കാതെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അവൻ എന്നത് ഒരു വാക്ക്, മാമ്പഴം എന്നത് ഒരു വാക്ക്, കഴിക്കാതെ ഇരിക്കാം എന്നത് ഒരു പദമായി ഡിവൈഡ് ചെയ്താൽ ആകെ 3 വാക്ക്. 3നും നമ്പർ ഇടാം. അവൻ എന്നതിന് 1 ഇടുക, കഴിക്കാതെ ഇരിക്കാൻ സാധ്യതയുണ്ട് എന്നതിന് 2 ഇടുക, മാമ്പഴം എന്നതിന് 3 ഇടുക. നമ്പർ പ്രകാരം പറഞ്ഞാൽ അവൻ മാമ്പഴം കഴിക്കാതിരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഹി മൈറ്റ് നോട്ട് ഈറ്റ് എ മാംഗോ എന്ന് പറയണം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഇംഗ്ലീഷിൽ നമ്പർ 1 ഞാൻ പോകാതെ ഇരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഐ മൈറ്റ് നോട്ട് ഗോ. നമ്പർ 2 ഞാൻ വായിക്കാതെ ഇരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഐ മൈറ്റ് നോട്ട് റീഡ്. നമ്പർ 3 ഞാൻ പഠിക്കാതെ ഇരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഐ മൈറ്റ് നോട്ട് ലേൺ. നമ്പർ 4 ഞാൻ പാടാതെ ഇരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഐ മൈറ്റ് നോട്ട് സിംഗ്. നമ്പർ 5 ഞാൻ സംസാരിക്കാതെ ഇരിക്കാൻ സാധ്യതയുണ്ട്, ഐ മൈറ്റ് നോട്ട് ടോക്ക്. നടക്കാൻ സാധ്യതയില്ലാത്ത ഏത് ജോലിയായാലും മൈറ്റ് നോട്ട് ചേർത്ത് പറയാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഡിയർ സ്റ്റുഡൻസ്, നടക്കാതെ ഇരിക്കാൻ സാധ്യതയുള്ള ജോലികളെ പറ്റി അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ സാധ്യതയില്ലാത്ത ജോലികളെ മൈറ്റ് നോട്ട് ചേർത്ത് ഇംഗ്ലീഷിൽ പറയാൻ കഴിയും എന്ന് 100% വിശ്വസിക്കുന്നു.